എൻ്റെ പേര് റോക്കി. നമ്മൾ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ അടുത്തൊരു പാർട്ടായിട്ട് എല്ലാവർക്കും സ്വാഗതം. ഇതെത്ര അഞ്ചാമത്തെ പാർട്ട് എന്താണെന്ന് തോന്നുന്നു. പിന്നെ ഇന്ന് എൻ്റെ സൗണ്ട് നല്ല വ്യത്യാസമുണ്ട്, കാരണം എനിക്ക് നല്ല പനിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് ക്ലിയർ ആവുന്നുണ്ടാവില്ല മിക്കവാറും. അപ്പം ഞാൻ സൗണ്ടിന് വേണ്ടി ഇന്ന് രണ്ടാളെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടാളും നമ്മളെ സൗണ്ട് ഉണ്ടാക്കാൻ സഹായിക്കും. അപ്പോൾ നമുക്ക് ഇനി ബോൺ മീല് റെഡിയാക്കാനുള്ള ബോണ് ഉണ്ടാക്കാം. സ്കെൽട്ടൺ ഉണ്ട് അവിടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ വോയിസ് കുറവായിരിക്കും, ഇവന്മാരുടെ വോയിസ് ആയിരിക്കും ഉണ്ടാവുക. കളിക്കുന്നത് ഞാൻ തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾക്ക് സ്കെൽട്ടനെ കൊല്ലാൻ പോവുക. ഇവിടുന്ന് ആരോ വെച്ച് അടിച്ചാലോ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇവിടുന്ന് ആരോ വെച്ച് അടിച്ചാലോ, കളിക്കുന്ന ആള് പറയണ്ടേ. ആരോ നേരെ മോളിക്കാക്ക് എത്തില്ല, എത്തും. നേരെ മേലേക്ക് വിടും. നല്ല കിട്ടല് കിട്ടില്ല. കിട്ടും. കിട്ടോ? ആ വിട്ടോ, അവിടുന്ന് കിട്ടോ? കിട്ടില്ല. കിട്ടും. നിക്ക് ഇത്തിരി അടുത്തേക്ക് ക്രോൾ ചെയ്ത് പോയിട്ട് വഴിയുണ്ടാ. എന്നാ വേഗം പോ. ആ മരത്തുനിന്ന് ചാടിക്കില്ല ലൈഫിലും. പിന്നെ കഷ്ടം നമ്മൾ ആർമർ എടുത്തിട്ടില്ല. ഒന്നുമില്ല, നേരെ ഒരു വട്ടം ചത്തിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് വന്നതാണ്. ക്രോൾ ചെയ്യാ. അയ്യോ ഇല്ല, ക്രോൾ ചെയ്ത് പോയ ശബ്ദം കേൾക്കില്ല സ്കെൽട്ടൺ. അല്ല, സ്കെൽട്ടൺ സൗണ്ട് കിട്ടുന്നില്ല. ക്രോൾ ചെയ്യല്ല കേട്ടോ. ക്രോൾ ചെയ്ത് നേരെ പോയാൽ മതി. അതിനെ ഒന്നും ചെയ്യില്ല. നമ്മളത് കണ്ടാൽ മാത്രമേ ഉള്ളൂ. ഇതാണ് രണ്ടാമത്തെ വോയിസ് കൊടുക്കുന്ന ആൾ, അപ്പൂസ്. നമ്മൾ അപ്പൂനെയും കണ്ണനെയും ഏർപ്പാടാക്കിയിട്ടുണ്ട് സൗണ്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടാളും സൗണ്ട് കൊടുക്കും. പിന്നെ മൈക്ക് ഞാനാണ് വെച്ചത്, അതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പം മൈക്ക് ഞാൻ അവന്മാർക്ക് കൊടുക്കട്ടെ. ഹലോ ഹലോ, കണ്ണൻ സ്പീക്കിംഗ്. എല്ലാവർക്കും കേൾക്കുന്നുണ്ട് വിചാരിക്കണു. അപ്പം ഇനി നമ്മൾ നേരെ പോവാം. മെല്ലെ പിടിച്ചടിച്ചോ. ആ ചെടീൻ്റെ മറന്ന് അടിച്ചോ. അല്ലെങ്കിൽ ആ മരത്തിൻ്റെ ആദ്യം ഓട്, പെട്ടെന്ന് ഓട്. സ്പൈഡർ തന്നെ ഉണ്ട്, അതിനെ സോഡും കൊണ്ട് തീർക്കാം നമുക്ക്. ആ സ്കെൽട്ടനെ വെടി വയ്ക്കുക, അല്ലെങ്കിൽ ബാക്ക് കൂടെ പോയി അടി. കണ്ടോ? ആ അടി 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 അടി. അതിനെ ബോർഡ് ആ മരത്തിന്റെ ബാക്ക് പോ. മരത്തിൽ ചാട്. ഓക്കെ, നമുക്ക് പഠിക്കും. നല്ല സൈഡ് പിടിക്കുക. അവന് കിട്ടില്ല, നമുക്ക് കിട്ടൂ. അപ്പൊ കൈശോരനെ കൊണ്ടിട്ടുണ്ട്. ഓ, 1 ഷോട്ട് കൂടി അടിച്ചു. ഇനി നമ്മുടെ ആരും എടുത്തിട്ട് വരാ. ഓടിക്കോ, നമുക്ക് ആരോ എടുത്തിട്ട് വരാം ഗൈസ്. പിന്നെ എനിക്കൊരു ചാനൽ ഉണ്ട്, പക്ഷെ അതിൽ വീഡിയോ ഒന്നുമില്ല ഇട്ടാ. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഓരോ ചാനലുണ്ട്. ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്താൽ ഒരു ഇതാവും. അപ്പോൾ ഗൈസ്, ഇതിനി നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആരോ എടുത്തിട്ട് പോയാൽ അവനെ ഹെഡ് ഷോട്ട് അടിക്കുകയാണ്. അത് കറക്കി കളിക്കണ്ട, എടുക്ക്. ആ, ഇത് നമ്മൾ ഒരൊറ്റ ഷോട്ടിന് അവനെ കില്ല്. എൻഷാൻറ്റ് ചെയ്ത് കൊടുക്കുക തൽക്കാലം. ആ, മെൻറ്റ് ചെയ്ത് കൊടുക്ക്. അവിടുത്തെ അവിടെ വയ്ക്കേ, പഴയ ആ. ഇനി പുതിയ ബോർഡ് അടി. ഇവിടുന്ന് ഒരു ലോങ് ഷോട്ട് അടിച്ചു നോക്കിയാലോ? അതിനെന്താ, ഒരൊറ്റ അടി മതി. വേണ്ട, ഒരെണ്ണം പോരെ. ഇതിപ്പം 3 അടിക്ക് സ്കെൽട്ടൻ ചാവും എന്തായാലും. ഈ അടിയിൽ ചവളാണ്. ഞങ്ങളെ കളിക്കുമ്പോൾ അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഏട്ടൻ്റെ സ്കില്ല് ഉപയോഗിച്ച് വല്ല മണ്ടത്തരോ ആവും. അടി മറവിപ്പോ. നീ ലോഡ് ചെയ്തോ. ആ, ഇനി നീങ്ങും മെല്ലെ. അടിച്ചോ. നമുക്ക് അടിക്കാൻ പറ്റിയില്ല ഗൈസ്.
അവൻ്റെ ഒറ്റടി പതുക്കെ ലൈഫും പോയാ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഗൈസ്, ഞാനടിച്ചോക്കട്ടെ. ഇതിപ്പോൾ ഏട്ടനാണ് കളിക്കണേ, അതായത് നിങ്ങൾ കാണുന്ന റോക്കി. ചേ ഓഫ്, കൺട്രോളർക്ക് എത്ര വയല്ല ഗൈസ്. ഇപ്പം നമ്മൾ ചാവും, ഫുഡില്ല, നമ്മൾ ചത്തു. ഒരൊറ്റ മിനിറ്റ്, ഞാൻ ഒരൊറ്റ ഓട്ടം ഓടാം. അപ്പൊ നമ്മളെയും കൊണ്ട് ഒറ്റയ്ക്ക് ഇപ്പൊ നടക്കില്ല, നടക്കും. ടീംമേറ്റ് ആയി കയറാം. ടാബ് എടുക്ക്. ടാബോ ഞാൻ മറ്റേത് ഗൈസ്, ഞാൻ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോ അമ്മമാര് ടാബിൽ കയറും. ആരെ കയറണെന്ന് അറിയില്ല, അപ്പൂസോ കണ്ണനോ ആയിരിക്കും. അപ്പൊ നമുക്ക് ടീം ടാബ് ഒന്ന് കണ്ടുപിടിച്ചിട്ട് വേണം. അതിനാണ് ഞാൻ ടാബ് താഴെ എടുത്തിട്ടോ. അമ്മമാര് എൻ്റെ കൺട്രോളർ നിലത്ത് വീണു ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വയ്യാണ്ടിരിക്കുകയാണെന്ന്, നല്ല പനിയാണ് എനിക്ക്. ഞാനൊരു ടൂർ പോയതാണ് ഗൈസ്, അതിൽ പറ്റിയ പ്രശ്നമാണ്. സൗണ്ടും പോയി, നല്ല പണിയും കിട്ടി. ബീച്ചിലൊക്കെ ഒന്ന് ഇറങ്ങിയതിൻ്റെ ഗുണമാണ് ഈ കാണുന്നത്. അല്ല, നിങ്ങൾ സ്പോൺ ആവണത് വേറെ ഐലൻഡിലാവും. ഞാൻ വരാം അങ്ങോട്ട്. ടൂൾസ് ഏതെങ്കിലും എടുക്കണോ വേറെ? എന്ത് എന്തിന്? ആരും അരസ്റ്റാക്കൊന്നും വേണ്ട. എടാ, അവിടെ ഇഷ്ടം പോലെ ഉണ്ടാ. ഞാനേ അവനെ ഒന്ന് ലൈഫ് റെഡിയാക്കിയ ഞാൻ അവനെ കയ്യും കൊണ്ട് വെട്ടിക്കൊല്ലും. ഞാനും വെട്ടിക്കൊന്നോളേ. ഫുഡ് കഴിക്കുന്നല്ല ആർമർ. ബാക്ക് കഴിക്കട്ടാ. ഞാൻ ഇത് കഴിക്കുമ്പല്ലേ അല്ലെങ്കിൽ നിക്ക്, ഒരു വഴിയുണ്ട്. നിനക്ക് പിന്നെന്താ ആക്സിലേ? രാത്രിയാടാ നീ സ്പോണായോ? സ്പോണായ ഒരു പുഴയുടെ അങ്ങോട്ട് വാ. എനിക്കൊന്നും അറിയില്ല എന്റെ സ്പോണായ സ്ഥലം. എങ്ങനെയും കണ്ടുമുട്ടാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഭയങ്കര പോയി കറന്നുറങ്ങി. ഞാൻ സ്കെൽറ്റന് തല്ലി കഴിക്കാൻ രാവിലെ ആകുമ്പോ നല്ലത്. രണ്ടും അടി ഇട്ടിട്ടുണ്ടാ വിക്കി കിട്ടും. നീ മക്കളെ, ഇത് റോക്കിയടാ, റോക്കിയുടെ പവർ. തേങ്ങാ പവർ കിട്ടും. റോക്കിന്ന് സുമ്മാവാ. ഒരു സ്കെൽറ്റനെ കൊല്ലത്ര എടുക്കണം പറഞ്ഞു. എന്ത് മണ്ടത്തര. അല്ലട, ലൈഫും ഇല്ല, പിന്നെ എനിക്ക് ഗെയിം കളിക്കാനുള്ള ആരോഗ്യം പോലും ഇല്ലാണ്ടാ ഞാൻ ഇരിക്കണത്. ഗെയിമിൽ എനിക്ക് ലൈഫില്ല, ശരിക്കത്തേലും ഇല്ല, എല്ലാത്തിലും കുറവാ. ഞാൻ കേറി വരാനും
ആ കേറി ആ ഏട്ടാ സ്പോട്ടാണോ എന്നെ കൂട്ടാൻ വരും സ്പോണായിരിക്കും. ബോ താഴെ വെച്ചിട്ട് അങ്ങോട്ട് പോവാല്ലേ? ബോ കയ്യിലെടുക്കണ്ടല്ലോ. അയ്യോ ഇത് ഭയങ്കര ഫുഡ് എടുക്കാല്ലോ ഇത്തിരി വേണമെങ്കിൽ. അനക്ക് ലൈഫ് കൂട്ടാനേ ബഡ് എടുക്കണമായിരുന്നു. വേണ്ട, റീസ്പോണ് പിന്നെയും പണിയാവും. അതുകൊണ്ട് രണ്ടെണ്ണം ഉണ്ട്. അല്ല ശരിടാ, അതല്ലടാ. മൂന്ന് മീറ്റ് ഉണ്ട്, അതൊക്കെ പോരെ? ക്രീപ്പർ പൊട്ടി കടയുടെ അടുത്ത് വെച്ചിട്ട് അനക്കൊരു സോഡും കൂടി വേണല്ലേ? പച്ച കളർ പൊടി എന്തുവാ? പച്ച കളർ പൊടി അതിന് എതിർന്ന് ഞാൻ എക്സ്പോർട്ട് ചെയ്ത സാധനം. അതായത് എന്തിനും ഉപകാരപ്പെടുക. ആണ് കേട്ടോ അതിന് കരയ്ക്ക് കൊണ്ടുവന്നോ? അത് അടിക്കാനും നിൽക്കണം. ഇങ്ങോട്ട് കരയ്ക്ക് കൊണ്ടുപോവാ, അടിക്കാനും നിൽക്കണ്ട. ഞാൻ പോയി സോമ്പിനെ കാഞ്ഞാണ് പൊട്ടി സ്പൈഡറും സ്കെൽട്ടനും പ്ലീസ്. ഹലോ ആ കണ്ടു ഏട്ടൻ്റെ പേര് കണ്ടു. വാ എന്റെ പേര് കണ്ടു. ലാഗ് ഉണ്ടോ? ആ കണ്ടു ഏട്ട അതിൻ്റെ ഉണ്ട്. ആ ഞാനും കണ്ടു. ഒരു പോർട്ടല് കണ്ടു നെതർ. ഏട്ട അതിനും കണ്ടു. ഏട്ടനെയും കണ്ടു. ആ നീ അവിടെ ലെസ്പ്ലോണേ. ഹലോ ലെറ്റ്സ് പ്ലേയിൽ അങ്ങനെ ആദ്യമായി നമ്മൾ ടീം ഇട്ടു ഗൈസ്. നാളെ നമ്മൾ അപ്പൂനെ ഉറപ്പായി കൂട്ടുന്നോട്. ക്യാരക്ടർ മാത്രം നീ എന്റെ ടാബാലെടുത്ത് റോക്കിനെ എഴുതി കാണിക്കണ്. എടാ ഗൈസ്, ഇത് സംഭവം എന്താന്ന് വെച്ചാ ഇന്ന് എല്ലാരും കൂടി ഒരുമിച്ച് ഇരുന്നാ കളിക്കണം. അതായത് ഒരു സ്ഥലത്ത് ഇരുന്നിട്ടാ കളിക്കണേ. സാധാരണ കോള് വിളിച്ചിട്ടാ ചെയ്യല്. കൊഴപ്പില്ല, സീനില്ല. വാ അവിടെ സ്വിച്ച് ഉണ്ടോ പൊട്ടാ? പ്രഷർ പ്ലേറ്റും ഉണ്ട് ഉള്ളില്. അയ്യോ അനങ്ങാൻ പറ്റുന്നില്ല. അയ്യോ എന്താ ചെയ്യണ പറ. എടാ ജസ്റ്റ് എടാ എന്താ അങ്ങനെ വേണ്ടടാ. എന്റെ എൻഷാന്റഡ് എടുക്കടാ നീ. അല്ലെ എന്താ കണ്ട എന്ത് പരിപാടിയാണോ നീ കാട്ടിയത്? നീ എന്റെ ഹൈലൻഡിക്ക് എത്തണ നേരം കൊണ്ട് ഞാൻ ഇപ്പൊ വീട് പൂട്ടോടാ. നീ എന്നെ വെറുതെ ഇതാക്കിയേ. അല്ല ഞാൻ ആർമർ എടുത്തിടാല്ലേ. അനക്ക് ഡയമണ്ട് ആർമർ വേണമെങ്കിൽ ഉണ്ടാക്കിക്കോ. ഉണ്ടാക്കി നീ വാ. എടോ ഒന്ന് സഹായിക്കടാ.
അല്ല നീ സ്വഭാവമാണ്. നീ ഇങ്ങനെ കാണിച്ചാൽ ഞാൻ എന്താ ചെയ്യും? ഞാൻ കളിക്കാലോ, എന്നാലും ഞാൻ പറഞ്ഞു. എടാ എന്താടാ ഒന്ന് വാങ്ങണ, ഒന്ന് വാടാ പ്ലീസ്, ഒന്ന് വാ സഹായിക്ക, ഒന്ന് സഹായിക്കാൻ വാടാ. ഞാൻ കയറാം അതിന് പകരം. എന്നാ എന്റെ ടാബ് അപ്പൂന് കൊടുക്ക്. ഇതൊന്ന് ടാബ് അപ്പൂന് കൊടുക്കടാ. തെറ്റിപ്പോണ്ടാ, വയ്യാത്തോണ്ടല്ലേ. നീ ഇങ്ങോട്ട് വാ, എന്റെ പേരിപ്പൊ കാണിച്ചു തരാം ഞാൻ. പ്രഭാകരൻ, CI പ്രഭാകരൻ അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്. നീ അവനെ കണ്ടോ അവിടെ? ഗൈസ്, ഞാനും ഡയമണ്ട് റൂൾസ് അങ്ങോട്ട് എടുക്കാൻ വിചാരിച്ചു. തീരട്ടെ, നമുക്ക് പിന്നെ എടുക്കാം. ടൂൾസും ആർമറും എനിക്കും വേണ്ട ഇതൊക്കെ. പിക്കാക്സ് പാഴ്സല്ല, ചെസ്റ്റിൽ വെച്ചിട്ട് പോവാ. നിക്കട, ഞാൻ എന്താ വന്നു. എന്റെ പേര് റോക്കി. നിക്ക്, നീ എന്റെ പേരിപ്പൊ കാണും. ഉണക്ക് കാണുണ്ടോ? കോഴിയുടെ കൊല്ലാം. ആ കോഴി മുട്ടയും കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അയ്യോ, പണിയായി ഗൈസ്. ഞാൻ ഇവന്റെ ഇതൊന്ന് ശരിയാക്കിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അത് അവനെ ഇങ്ങോട്ട് എത്തിച്ചിട്ട്